വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗണപതിയെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. പാർവതീ പരമേശ്വരന്മാരുടെ പുത്രനായി പുരാണങ്ങളിൽ പരാമൃഷ്ടനായ ഗണപതി ഗജാനനാണ്. വിഘ്നങ്ങൾ അകറ്റുന്നതിനും അറിവിൻ്റെ ദേവനുമായ ഗണപതി ശിവൻ്റെ നെറ്റിത്തടത്തിൽ നിന്നും ഉദ്ഭവിച്ചു എന്ന് വരാഹപുരാണത്തിൽ പറയുന്നു. ശിവൻ്റെ ഗണങ്ങളുടെ നായകനായതിനാലാണ് ഗണപതി എന്ന് പേര് ലഭിച്ചത്. ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം കാര്യങ്ങൾ നിർവിഘ്നം നടത്തുന്നതിനും കാര്യങ്ങൾക്ക് വിഘ്നം വരുന്നതിനും കഴിവുള്ള ദേവനാണ് ഗണപതി. അതിനാൽ ശുഭകാര്യങ്ങളുടെ അവിഘ്ന പരിസമാപ്തിക്കായി ഗണപതിയെ പൂജിക്കുന്ന പതിവുണ്ട്. വിദ്യയുടെ അധിഷ്ഠാന ദേവതയും ഗണപതിയാണെന്ന് ഒരു പക്ഷമുണ്ട്. അതുകൊണ്ടാണ് വിദ്യാരംഭത്തിനു മുമ്പ് ഹരിശ്രീ ഗണപതയെ നമ എന്ന് ചൊല്ലി ഗണപതിയെ നമിക്കുന്നത്. എല്ലാ വൈദിക താന്ത്രിക കർമ്മങ്ങളും ഗണപതിക്ക് നിവേദ്യത്തോടെയാണ് ആരംഭിക്കുന്നത്. വ്യാസഭാരതം കേട്ടെഴുതിയത് ഗണപതിയാണെന്ന് ഒരു വിശ്വാസമുണ്ട്. തൻ്റെ മനോമുകുരത്തിൽ തോന്നിയ ഭാഗവതം കഥ പറഞ്ഞുകൊടുത്താൽ എഴുതിയെടുക്കാൻ പറ്റിയ ഒരാളെ വേണമെന്ന് വ്യാസൻ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. ബ്രഹ്മാവ് അതിന് നിയോഗിച്ചത് ഗണപതിയെയാണ്. എഴുത്താണി നിർത്താൻ ഇടയുണ്ടാകാതെ അനർഘളം ചൊല്ലിത്തന്നാൽ എഴുതാമെന്നായി ഗണപതി. അർത്ഥം മനസ്സിലാക്കി മാത്രമേ എഴുതാവൂ എന്ന് വ്യാസനും പറഞ്ഞു. അങ്ങനെ 3 വർഷം കൊണ്ടാണ് മഹാഭാരതം എഴുതി പൂർത്തിയാക്കിയത്. ഗണപതിയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധങ്ങളായ നിരവധി പുരാണ കഥകളും ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. വിഗ്രഹശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഗണപതിക്ക് പല രൂപങ്ങളും പറയുന്നുണ്ട്. വിനായകൻ, ഗണാധീശൻ, വിഘ്നേശ്വരൻ, പ്രണവാധിപൻ, ഗണേശൻ, ബീജഗണപതി, ഹേരമ്പൻ, വക്രതുണ്ടൻ, ബാലഗണപതി, ഭക്തവിഘ്നേശ്വരൻ, ഭക്തിഗണേശൻ, ധ്വജഗണാധിപൻ, പിങ്കളഗണപതി, തരുണഗണപതി, വീരഗണപതി, ധ്വജഗണപതി, സിദ്ധിഗണപതി, മഹാഗണപതി, ഹരിദ്രാഗണപതി, ഋണമോചന ഗണപതി, സങ്കടഹര ഗണപതി, വിജയഗണപതി, നൃത്തഗണപതി, ഊർധ്വഗണപതി, സിംഹഗണപതി, ഉച്ഛിഷ്ടഗണപതി, ലക്ഷ്മീ ഗണേശൻ, ക്ഷിപ്രഗണപതി മുതലായ ഗണപതിമാരുണ്ട്. അതുപോലെ വിവിധ തരത്തിലുള്ള ഗണേശ വിഗ്രഹങ്ങളും ഇന്ന് പ്രചാരത്തിലുണ്ട്. തുമ്പിക്കൈ ഇടത്തോട്ട് പിരിഞ്ഞു കാണുന്നതിന് ഇടംവരി എന്നും വലത്തോട്ട് പിരിഞ്ഞു കാണുന്നതിന് വലംവരി എന്നും പറയുന്നു. ശക്തി ഗണപതിയുടെ വിഗ്രഹങ്ങളിൽ ശരീരഭാഗം സ്ത്രീരൂപത്തിലുള്ളതായി കാണപ്പെടുന്നു. പൊതുവെ ലളിതാസനത്തിലിരിക്കുന്ന ഗണപതി വിഗ്രഹങ്ങളാണ് പ്രചാരത്തിലുള്ളത്. 4 മുതൽ 10 വരെ കൈകളുള്ള വിഗ്രഹങ്ങളുമുണ്ട്. നിൽക്കുന്നതും നൃത്തം വയ്ക്കുന്നതുമായ രൂപങ്ങളിലുള്ള അപൂർവമായി ഗണപതി പ്രതിഷ്ഠകൾ കാണാം. അഭയവരദ മുദ്രകളോടും പാശം, അങ്കുശം, മോദകം, മഴു, ചക്രം, ഗദ, കരിമ്പുവില്ല് തുടങ്ങിയവയിൽ ഏതെങ്കിലും ധരിച്ച നിലയിലുമാണ് പൊതുവെ ഗണപതി വിഗ്രഹങ്ങൾ കാണപ്പെടുന്നത്. ഗണപതിയുടെ ഓരോ ഭാവത്തെയും ആരാധിക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ബാലഗണപതി അഭിഷ്ടസിദ്ധിക്ക്, വീരഗണപതി ശത്രുനാശത്തിന്, ഉച്ഛിഷ്ടഗണപതി വ്യവഹാര വിജയം വ്യാപാര വിജയത്തിന്, ശക്തി ഗണപതി ഭയമോചനം, വശ്യം, സമൃദ്ധി എന്നിവയ്ക്ക്, ലക്ഷ്മി വിനായകൻ ഐശ്വര്യം, സമ്പത്ത്, വശ്യം എന്നിവയ്ക്ക്, വിഘ്ന ഗണപതി വിഘ്ന നിവാരണം, ബാധാശാന്തി എന്നിവയ്ക്ക്, മഹാഗണപതി
സർവാഭിഷ്ടസിദ്ധിക്കും വിജയത്തിനും. ഹരിദ്ര ഗണപതി സ്ത്രീകൾക്ക് സത്സന്താനം ലഭിക്കുന്നതിന്. സങ്കടഹര ഗണപതി ദുഃഖമോചനത്തിന്. ഋണമോചന ഗണപതി ഋണനിവാരണത്തിന്. ത്രൈലോക്യമോഹന ഗണപതി ലോകവൈശ്യത്തിന്. സിദ്ധി ഗണപതി ആഗ്രഹസാഫല്യത്തിനും മന്ത്രസിദ്ധി ലഭിക്കുന്നതിനും. ക്ഷിപ്രഗണപതി പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങൾ മാറാനും ഐശ്വര്യത്തിനുമാണ്. AD 6-ാം ശതകം മുതൽ തന്നെ ദക്ഷിണ ഭാരതത്തിൽ ഗണപതിയെ ആരാധിച്ചിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ മൂലഗണപതിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. പാർവതി പരമേശ്വരന്മാർ വിവാഹം ചെയ്തത് മൂലഗണപതിയെ നമസ്കരിച്ചിട്ടാണത്രേ. വലിയ വട്ടശ്രീ കോവിലുകളോടും പഞ്ചപ്രകാരങ്ങളോടും കൂടിയ മഹാക്ഷേത്രങ്ങളിൽ ദക്ഷിണാഭിമുഖമായി ഗണപതി പ്രതിഷ്ഠ കാണാം. ഗണപതി ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠകളില്ലെങ്കിലും തെക്കേ ഘനദ്വാര ഭാഗത്ത് ബലി തൂകുന്നത് ഈ ദേവന്മാർക്കു വേണ്ടിയാണ്. പ്രധാന ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിലും പ്രധാന ക്ഷേത്രത്തോട് ചേർന്ന് അഥവാ മൂലപ്രസാദത്തിൻ്റെ അഗ്നികോണിലും പൂർവാഭിമുഖമായും ഗണപതിയെ പ്രതിഷ്ഠിക്കാറുണ്ട്. ഗണപതിയെ മുഖ്യദേവനായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളും കേരളത്തിൽ അനവധിയുണ്ട്. അവയിൽ പ്രധാനം തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ്. ഇടപ്പള്ളി കൊട്ടാരത്തിലെ ഗണപതി ക്ഷേത്രം, കോട്ടയം നട്ടാശ്ശേരി സൂര്യകാരടിമനയിലെ ഗണപതി പ്രതിഷ്ഠ തുടങ്ങിയവ ഇത്തരത്തിൽ പെട്ട പ്രധാന ക്ഷേത്രങ്ങളാണ്. കൊട്ടാരക്കര മണികണ്ഠേശ്വരം ശിവക്ഷേത്രത്തിൽ ഉപദേവനായി ദക്ഷിണാമൂർത്തിക്ക് അഭിമുഖമായി ഗണപതിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര ഗണപതി എന്ന പേരിൽ പ്രസിദ്ധമായ ഈ ഗണപതിയുടെ വിഗ്രഹം പെരുന്തച്ചൻ വരിക്കപ്ലാവിൻ്റെ വേരിൽ തീർത്തതാണെന്നൊരു ഐതിഹ്യമുണ്ട്. ഇവിടെ ഗണപതിയുടെ തിരുമുമ്പിൽ വെച്ച് തന്നെ വാർക്കുന്ന ഉണ്ണിയപ്പം അതിപ്രസിദ്ധമായ ഒരു വഴിപാടാണ്. സുൽത്താൻ ബത്തേരി, കാഞ്ഞിരപ്പള്ളി, പമ്പ, വാഴപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രസിദ്ധങ്ങളായ ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് ഗണപതി ഹോമം, അപ്പം, അട, മോദകം എന്നിവയാണ്. ഗണപതിയുടെ ഇഷ്ടനിവേദ്യങ്ങൾ. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിന് ഗണപതി നടയിൽ തേങ്ങ അടിക്കുന്ന പതിവുണ്ട്. നാളികേരം ഛിന്നഭിന്നമാകുന്നതോടെ പ്രതിബന്ധങ്ങളും നീങ്ങുമെന്നാണ് വിശ്വാസം. അന്തർമുഖമായ സാധനയിലൂടെ തൻ്റെ ബോധതലത്തെ ഉയർത്തി അഹം ബ്രഹ്മാസ്മി എന്ന ബോധതലത്തിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണിത്. അതുപോലെ ഏത്തമിടലും ഗണപതി നടയിൽ നടത്തുന്ന ഒരു ആരാധനാ രീതിയാണ്. ഇടത് കൈ വലത് ചെവിയിലും വലത് കൈ ഇടതു ചെവിയിലും പിടിച്ചും കാലുകൾ രണ്ടും പിണച്ചു നിന്നും കൈമുട്ട് രണ്ടും നിലത്ത് മുട്ടിച്ചും കുമ്പിടുന്ന രീതിയാണിത്. ഗണപതിയെ ആരാധിക്കുന്നതിന് മാത്രമാണ് ഏത്തമിടൽ അനുഷ്ഠിക്കുക. എന്നാൽ ഏത്തമിടൽ ഇന്ന് അപൂർവം ചില ആളുകൾ മാത്രമേ അനുഷ്ഠിച്ചു കാണുന്നുള്ളൂ. ചെമ്പരത്തിപ്പൂവ്, കറുകമാല, ചുവന്ന പട്ട് തുടങ്ങിയവയും ഗണപതിക്ക് പ്രിയമാണ്. ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥി ദിവസമായ വിനായക ചതുർത്ഥിയിലാണ് ഗണപതിയുടെ ജന്മദിനം. അന്നേ ദിവസം ഗണപതി ഹോമം, മറ്റു ഗണപതി പൂജകൾ തുടങ്ങിയവ നടത്തുന്നത് അതിവിശേഷമാണ്. ഇരു വർഷങ്ങളിലെയും ചതുർത്ഥി നാളുകൾ ഗണപതിക്ക് പ്രാധാന്യമുള്ളതു തന്നെ. ഈ ദിവസം മറ്റ് ശുഭകാര്യങ്ങളൊന്നും നടത്തുന്നത് നന്നല്ല. അന്ന് ചന്ദ്രനെ ദർശിക്കുന്നതും അശുഭമാണ്. കണ്ടാൽ
അപമാനം, മാനഹാനി തുടങ്ങിയവ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുലാമാസത്തിലെ തിരുവോണം, മീനത്തിലെ പൂരം, വെള്ളിയാഴ്ചകൾ, പ്രത്യേകിച്ച് മലയാള മാസത്തെ ആദ്യ വെള്ളിയാഴ്ച, വിദ്യാരംഭ ദിനം തുടങ്ങിയവയും ഗണപതിക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ്. വിനായക ചതുർത്ഥി ദിവസം ഗണപതി പൂജയ്ക്ക് ശേഷം വിഗ്രഹം വഹിച്ചുകൊണ്ട് ഘോഷയാത്രയായി വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്യുന്ന പതിവും ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നു.